ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ധാബ സ്റ്റൈൽ കറിയാണ്. ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന 3 തരം പരിപ്പുകളാണ്. തൊലിയോടുകൂടി ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, രാജ്മ പയർ. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പരിപ്പ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 3 തരം പരിപ്പുകളാണ്. ഇത് തൊലിയോടുകൂടിയുള്ള ഉഴുന്നുപരിപ്പാണ്. ഇതുപോലുള്ള ഉഴുന്നുപരിപ്പ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ഉഴുന്നുപരിപ്പാണ്. ഈ പരിപ്പ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കറിക്കായിട്ട് വേണ്ടത് ഒരു 1/4 കപ്പ് കടലപ്പരിപ്പാണ്. അത് ഇതിന്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് രാജ്മ പയറാണ്. രാജ്മ പയർ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഉള്ളതാണ്. നമുക്ക് 2 കളറിൽ കിട്ടും, ബ്ലാക്കും ബ്രൗണും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൗൺ കളറാണ്. ഈ 3 പരിപ്പും കൂടി ഒരു വലിയ ബൗളിലേക്ക് ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത പരിപ്പിലേക്ക് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു 6 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കണം. പരിപ്പ് കുതിർത്ത് വെച്ചിട്ട് ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഇത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി പ്രഷർ കുക്കർ മൂടി പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. പ്രഷർ കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം സ്റ്റവ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 4 വിസിൽ വരുന്നവരെ ആദ്യം കുക്ക് ചെയ്യാം. 4 വിസിൽ വന്നതിന് ശേഷം സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് വീണ്ടും ഒരു 25 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. 25 മിനിറ്റിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിരുമ്പോൾ അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊട്ടിക്കണം. ജീരകം നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാളയിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റാം. സവാള 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാള ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും ചെറിയ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതുമാണ്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിന്റെ പാകത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ. പൊടികൾ ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. തക്കാളി ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 3 മീഡിയം തക്കാളിയാണ്. തക്കാളി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളി ചേർത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വരുന്നവരെ നന്നായിട്ട് വഴറ്റണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച പരിപ്പാണിത്. നല്ല പാകത്തിനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കറി കൂടുതൽ തിക്കാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറി ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. നമ്മൾ പരിപ്പ് വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. വഴറ്റുന്ന സമയത്ത് മാത്രം സവാളയിൽ ഉപ്പ് ചേർത്തിട്ടുള്ളു. അപ്പൊ ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ചുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. കറി നന്നായിട്ട് കുറുകി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണിത്. ഇത് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിരുമ്മി പൊടിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി എന്ന് പറഞ്ഞാല് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. ഇത് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കറിയിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇങ്ങനെ കറിയിൽ ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവുമായിരിക്കും കറിക്ക്.
ഇപ്പോൾ കറിയെല്ലാം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വളരെ രുചികരമായ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ദാൽ കറി റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചൂടോടെ ചപ്പാത്തി, നാൻ, പൊറോട്ട, ജീര റൈസ് ഇവരുടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയായി നമുക്ക് കാണാം. താങ്ക് യു.